ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ത്യൻ നേവിയുടെ റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങളാരും റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ എത്രയും വേഗം കാണുക. വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അപേക്ഷിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴി ആണ്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 1/4/2025 അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റിന് അപേക്ഷിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. അപേക്ഷിക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിലെ അപ്ലൈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടുമായിട്ട് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അക്കൗണ്ട് ഇല്ലാത്തവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ആദ്യം എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനുശേഷം ആ ഒരു അക്കൗണ്ടിലൂടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതാണ് നോക്കുന്നത്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് അവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റും കാണാൻ സാധിക്കാം. ആദ്യം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേര് അവിടെ ആദ്യം എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, ഫോൺ നമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു പാസ്വേഡ് കൺഫേം ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള മെയിൽ ID ഒരു OTP വരുന്നതാണ്. ആ ഒരു OTP ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു OTP എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങളുടെ ഇമെയിൽ IDയും അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്ത ആ ഒരു പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ക്യാപ്ച കോഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യേണ്ടതാണ്. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റും കാണാൻ സാധിക്കാം. ആദ്യം ഈ സെക്ഷനിൽ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ഫാദേഴ്സ് നെയിമും അതുപോലെ തന്നെ മദേഴ്സ് നെയിമും എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലും ബർത്ത് സർട്ടിഫിക്കറ്റിലും ഡേറ്റ് ഓഫ് ബർത്ത് സെയിം ആണോ എന്നാണ്. സെയിം ആയിട്ടുള്ളവർ അവിടെ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് അവിടെ സെലക്ട് ചെയ്യുക. അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് അവിടെ നിങ്ങളുടെ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് അവിടെ എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ റിലീജിയൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലീജിയൻ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഹാവ് യു എവർ ചേഞ്ച്ഡ് യുവർ നെയിം ആഫ്റ്റർ മെട്രിക്കുലേഷൻ, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടെന്നാണ്. ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്തായിട്ട് തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ ഒന്നും കൂടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. അപ്പോൾ നിങ്ങളുടെ ബോഡിയിലുള്ള ഏതെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് നാഷണാലിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ നാഷണാലിറ്റി അവിടെ സെലക്ട് ചെയ്യുക. അടുത്തായിട്ട് ജെൻഡറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജെൻഡർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ അഡ്രസ്സാണ്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അഡ്രസ്സ് എൻ്റർ ചെയ്ത ശേഷം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് അതുപോലെ തന്നെ സ്റ്റേറ്റ് കാര്യങ്ങളെല്ലാം അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ പിൻകോഡും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പിൻകോഡും എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈസ് യുവർ പെർമനൻറ്റ് അഡ്രസ് സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സ്, അതായത് 2 അഡ്രസ്സും സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ യെസ് എന്ന് കൊടുക്കാൻ സാധിക്കുന്നതാണ്. നോ എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് 2 അഡ്രസ്സും എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓഫീസറിയും കാണാൻ സാധിക്കാം. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ കാറ്റഗറിയാണ്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സ് സർവീസ്മെൻ ആണോ എന്നാണ്. എക്സ് സർവീസ്മെൻ ആയിട്ടുള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സ് അഗ്നിവീർ ആണോ എന്നാണ്. അഗ്നിവീർ ആയിട്ടുള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണോ എന്നാണ്. ആയിട്ടുള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. ഏത് വർഷമാണ് പഠിച്ച് പാസ്സായിട്ടുള്ളത്, ടോട്ടൽ എത്ര മാർക്കിനായിരുന്നു, എത്ര മാർക്ക് ലഭിച്ചു, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് നമ്പർ കാര്യങ്ങളെല്ലാം ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. എല്ലാം എൻ്റർ ചെയ്ത ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ഇന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റ് ഏതൊക്കെയാണോ അവിടെ എസ് എന്ന് നൽകുക, അല്ലാത്ത പോസ്റ്റ് എല്ലാം നോ കൊടുക്കുക. ഇവിടെ ഇപ്പം ടോപ്പ് പാസ് പോസ്റ്റിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ അവിടെ എസ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഫയർമാൻ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫയർമാൻ പോസ്റ്റിന് അവിടെ എസ് എന്ന് കൊടുക്കുക, ബാക്കിയുള്ള പോസ്റ്റിലേക്കെല്ലാം നോ കൊടുക്കുക. ഫയർമാൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും പ്രീ-സി ട്രെയിനിങ് കോഴ്സ് അറ്റൻഡ് ചെയ്തിരിക്കേണ്ടതാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എല്ലാം എൻ്റർ ചെയ്ത ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ എസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കാണാൻ സാധിക്കാം. ഇവിടെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്നാമതായിട്ട് നിങ്ങളുടെ ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അടുത്തായിട്ട് വേണ്ടത് നിങ്ങളുടെ സിഗ്നേച്ചറാണ്. സിഗ്നേച്ചറും ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത ശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫാണ്. അപ്പോൾ ID പ്രൂഫും ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യുക. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. എല്ലാം അപ്ലോഡ് ചെയ്ത ശേഷം താഴെ ഒരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അത് ടിക്ക് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ ഫോർ ഫൈനൽ സബ്മിഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കാണാൻ സാധിക്കാം. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക. എല്ലാം വായിച്ചു നോക്കി കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും താഴെയായിട്ട്. അപ്പോൾ എല്ലാം കറക്റ്റ് ആണെങ്കിൽ സബ്മിറ്റ് ആപ്ലിക്കേഷന് ക്ലിക്ക് ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഏറ്റവും താഴത്തേക്ക് വരുമ്പോൾ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാം വായിച്ചു നോക്കിയ ശേഷം മാത്രമേ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാവൂ. ഫൈനൽ സബ്മിഷന് ശേഷം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കി സബ്മിറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഇന്ത്യൻ നേവിയുടെ ഫയർമാൻ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട ശരിയായ രീതി. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ആൻഡ് പാർട്ടിന് അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 1/4/2025 അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.